There are many beliefs regarding death and life after death. Here we are discussing such a topic, The Man Who Turned into a Stick by Kabo Abe. Kabo Abe is a famous Japanese writer known in his pen name Kimifusa Abe. കിമിഫുസ അബെ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്ത എഴുത്തുകാരനാണ് കാബോ അബെ. അദ്ദേഹത്തിന്റെ ദ മാൻ ഹു ടേൺഡ് ഇൻടു എ സ്റ്റിക്ക് എന്ന നാടകമാണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആൻഡ് ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ദി ആബി സ്റ്റുഡിയോ. ആബി സ്റ്റുഡിയോ അല്ലെങ്കിൽ ആബി തിയേറ്ററിന്റെ ഫൗണ്ടറാണ്. ആൻഡ് ദ പോംസ് ഓഫ് ആൻ അൺനോൺ പോയറ്റ് ഈസ് ഹിസ് പോയട്രി കളക്ഷൻ. അദ്ദേഹം ഒരു ഡ്രമാറ്റിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ ഒരു പോയറ്റ് ആണ്. ആൻഡ് ദിസ് കളക്ഷൻ, അതായത് പോംസ് ഓഫ് ആൻ അൺനോൺ പോയറ്റ് എന്നത് അദ്ദേഹത്തിന്റെ പോയട്രി കളക്ഷൻ ആണ്. ആൻഡ് ദിസ് ഇസ് എ Japanese play and it was translated into English by Donald Keene. ഡൊണാൾഡ് കീൻ എന്ന സ്കോളർ ആണ് ഈ ജാപ്പനീസ് പ്ലേ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഓഫ് ദ 3 plays written in 1957 and 1969. 1957 മുതൽ 1969 കാലഘട്ടത്തിനിടയിൽ എഴുതപ്പെട്ട 3 നാടകങ്ങളിലെ ഫസ്റ്റ് നാടകമാണ് ഈ നാടകം. അദ്ദേഹം 3 നാടകങ്ങൾ, പ്രശസ്തങ്ങളായ 3 നാടകങ്ങളാണ്. അതിലെ ആദ്യത്തേതാണ് ആൻഡ് ദാറ്റ് സിംബലൈസ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ലൈഫ്. ഈ 3 നാടകങ്ങളും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളെ കുറിച്ച് വിവരിക്കുന്നതാണ്. ആൻഡ് യൂഷ്വലി ദീസ് 3 ആർ ഷോൺ ടുഗദർ. അതായത് ട്രിലോജി എന്നാണ് അറിയപ്പെടുന്നത് ഈ 3 നാടകങ്ങളും. അതിൽ നമ്മൾ പറഞ്ഞു ദ മാൻ ഹു ടേൺഡ് ഇൻടു എ സ്റ്റിക്ക് ഇസ് ദി ഫസ്റ്റ് പ്ലേ, ആദ്യത്തെ നാടകമാണ്. ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് ഡെത്ത്, മരണത്തെ സിംബലൈസ് ചെയ്യുന്ന നാടകമാണ് ദ മാൻ ഹു ടേൺഡ് ഇൻടു എ സ്റ്റിക്ക്. അടുത്തത് ദ സൂട്ട് കേസ് എന്ന നാടകം. ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് ബർത്ത്, കൺസെപ്ഷൻ ആൻഡ് ബർത്ത്. ആ ഗർഭധാരണം മുതൽ ഒരു കുട്ടി ജനിക്കുന്നത് വരെയുള്ള ആ ഒരു കാര്യങ്ങളാണ് ഈ നാടകത്തിൽ, ദ സൂട്ട് കേസ് എന്ന നാടകത്തിൽ വിവരിക്കുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് ദ ക്ലിഫ് ഓഫ് ടൈം ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് ലൈഫ്. ദ ക്ലിഫ് ഓഫ് ടൈം എന്നുള്ളതാണ് അടുത്ത നാടകം. ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് ഡെത്ത്. ദ മാൻ ഹു ടേൺഡ് ഇൻടു എ സ്റ്റിക്ക് ഇസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് മാജിക് റിയലിസം. മാജിക് റിയലിസത്തിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഈ നാടകം. മാജിക് റിയലിസം മീൻസ് ഇറ്റ് ഈസ് എ വേ ഓഫ് പ്രസന്റേഷൻ ബൈ മിക്സിംഗ് റിയാലിറ്റി ആൻഡ് മാജിക്. റിയാലിറ്റിയും മാജിക്കും തമ്മിലുള്ള ആ ഒരു ഇന്റർ മിക്സിങ്, ആ ഒരു ഇന്റർ കണക്ഷനിലൂടെ അവതരിപ്പിക്കുന്ന രീതിക്കാണ് മാജിക് റിയലിസം എന്നറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദിസ് പ്ലേ ബിക്കം ആൻ ഇൻസ്പിറേഷൻ ടു ദ വീഡിയോ ഗെയിം ഡെത്ത് സ്റ്റാൻഡിങ് എന്ന വീഡിയോ ഗെയിമിന് പ്രചോദനമായ നാടകമാണ് ഈ നാടകം എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ മാജിക് റിയലിസം. ദെൻ ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഹിപ്പി ബോയ്, ഹിപ്പി ഗേൾ, പിന്നീട് ദ മാൻ ഫ്രം ഹെൽ ആൻഡ് വുമൺ ഫ്രം ഹെൽ. അവർ രണ്ടുപേരും നരകത്തിൽ നിന്ന് വന്ന ആളുകളാണ്. അതേപോലെ ഹിപ്പി ബോയ് ആൻഡ് ഹിപ്പി ഗേൾ, ദേ ആർ ദി പീപ്പിൾ വിത്തൗട്ട് എയിം, ഒരു ലക്ഷ്യബോധമില്ലാത്ത 2 ആളുകൾ. പിന്നീടുള്ള കഥാപാത്രം വോയിസ് ഫ്രം ദ ഹെല്ലിലെ വോയിസ്, അത് ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഇത്രയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇതില് മാൻ ഫ്രം ഹെൽ, ഹി ഈസ് ദി സൂപ്പർവൈസർ. നരകത്തിൽ നിന്നുള്ള മനുഷ്യൻ, അദ്ദേഹം ഒരു സൂപ്പർവൈസർ ആണ്. ആൻഡ് വുമൺ ഫ്രം ഹെൽ, ഷീ ഈസ് ന്യൂലി അപ്പോയിന്റഡ് ഫോർ ദി ഡ്യൂട്ടി. എന്താണ് ആ ഡ്യൂട്ടിക്ക്, എർത്ത് സ്ക്വാഡിലെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിക്ക് നിയമിക്കപ്പെട്ട പെൺകുട്ടിയാണ്, ആദ്യമായിട്ട് നിയമിക്കപ്പെടുന്ന പെൺകുട്ടിയാണ്, സ്ത്രീയാണ്, വുമൺ ഫ്രം ഹെൽ. ഇനി നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇവിടെ ഹിപ്പി എന്ന ആ ഒരു ഹിപ്പി ബോയ് ആൻഡ് ഹിപ്പി ഗേൾ. ഇവിടെ ഹിപ്പിസം എന്നത് ദേ ഡു നോട്ട് ബിലീവ് ഇൻ എനി പെർട്ടിക്കുലർ നോംസ് ആൻഡ് ദേ ലീഡ് ദെയർ ഓൺ ലൈഫ്, അല്ലെങ്കിൽ ദേ ലീഡ് ദ ലൈഫ് ഇൻ ദെയർ ഓൺ ചോയ്സ്. സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ജീവിതം നയിക്കുന്ന, മറ്റ് യാതൊരു സോഷ്യൽ നോംസിലും മറ്റ് സാമൂഹികമായിട്ടുള്ള ഒരു വിശ്വാസങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലൊന്നും വിശ്വസിക്കാത്ത, സ്വന്തം കാര്യം ചിന്ത അല്ലെങ്കിൽ സ്വന്തം ജീവിതം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും, ഞാൻ
നമ്മൾ ഒരു പാട്ട് തന്നെയുണ്ട്, ഞാൻ താടി വളർത്തും മീശ വളർത്തും തോന്നിയ പോലെ ജീവിക്കും എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ് ഹിപ്പീസം, ആ ഒരു രീതിക്കാണ് ഹിപ്പീസം എന്നറിയപ്പെടുന്നത്. ഇവിടെ ഹിപ്പി ബോയ് ആൻഡ് ഹിപ്പി ഗേൾ അവരാണ് ആ ഒരു റെപ്രസെന്റേഷൻ. അതായത് നമുക്കറിയാം ഈ നാടകം എഴുതപ്പെടുന്നത് 1957 to 1969 കാലഘട്ടമാണ്. അതായത് പോസ്റ്റ് വാർ പീരീഡ് ആണ്, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള കാലഘട്ടമാണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമുക്കറിയാം ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് ആറ്റം ബോംബ് ഇടുന്നതും അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ആ രാജ്യത്തെ തന്നെ തകർത്ത് കളഞ്ഞ സംഭവങ്ങളാണ് അവിടെ നടന്നത്. അതിന്റെ റേഡിയേഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അതിന്റെ അനുഭവങ്ങൾ ആ ഒരു ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അപ്പൊ ആ ഒരു ജനതയ്ക്ക് പിന്നീട് ഭാവിയുടെ ആ ഒരു മുന്നോട്ടുള്ള വീക്ഷണം ഇല്ലാത്ത ഒരവസ്ഥ. കാരണം വളരെ പ്രോഗ്രസ്സിലുള്ള ഒരു രാജ്യമായിരുന്നു ജപ്പാൻ, ആ രാജ്യമാണ് തകർക്കപ്പെട്ടത്. ആ ജനതയ്ക്കുണ്ടായ ആ ഒരു മനോവികാരവും നമുക്കിവിടെ കാണാൻ സാധിക്കും, ആ ഹിപ്പിസത്തിലൂടെ കാണാൻ സാധിക്കും. Then we can move on to the details. അതിന്റെ ആ സ്റ്റോറിയിലേക്ക് പോകാം. In a busy state beside a department store in a midsummer, hippie boy and hippie girl are loitering. ഒരു ബിസി സ്ട്രീറ്റ് ആണ്, സമ്മർ ആണ്, ഏകദേശം ജൂൺ ടൈം ആണ്, നല്ല മിഡ് സമ്മർ ആണ്. ഈ സമയത്ത് ഹിപ്പി ബോയും ഹിപ്പി ഗേളും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നമ്മൾ പറഞ്ഞു ദേ ആർ വിതൗട്ട് എയിം, ലക്ഷ്യബോധമില്ലാത്ത ആളുകളാണ് ഹിപ്പി ബോയ് ആൻഡ് ഹിപ്പി ഗേൾ. അതായത് ആ ഒരു യങ് ജനറേഷന്റെ പ്രത്യേകത. ഇപ്പം നമ്മുടെ യങ് ജനറേഷൻ പോലെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ കുറെ ആളുകൾ ആ ഒരു മീഡിയയുടെ ട്രാക്കിലൊക്കെ പെട്ട് ഓവർ യൂസ് ഒക്കെ ആയി നടക്കുന്ന പോലെ ആ സമയത്ത് ആ ഒരു പോസ്റ്റ് വാർ കഴിഞ്ഞ ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ലക്ഷ്യബോധമില്ലാത്ത അവസ്ഥ. കാരണം ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതാവസ്ഥയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. സോ ദേ ആർ ലോയിറ്ററിങ്, ദേ ആർ വാണ്ടറിങ്. ലോയിറ്ററിങ് മീൻസ് വാണ്ടറിങ്, സ്നിഫിങ് ഗ്ലൂ, അതായത് ബബിൾ ഗോ ഒക്കെ ചവച്ച് ഇങ്ങനെ നടക്കാണ്. ആൻഡ് ദർ ബംബ്ലിംഗ് ഈസ് ഇന്ററപ്റ്റഡ് വെൻ എ സ്റ്റിക്ക് ഫോൾസ് ഫ്രം ദ സ്കൈ ആൻഡ് നിയർലി ഹിറ്റ് ദി ഹിപ്പി ബോയ്. അവരിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു. ആ സ്ഥലത്ത് പോയിരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ വർത്താനം പറയുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വടി താഴെ വീഴുന്നു. വടി താഴെ വീഴുന്നത് നമ്മുടെ ഹിപ്പി ബോയുടെ തലയിൽ ജസ്റ്റ് കൊണ്ടിട്ട് താഴെ വീഴാണ്. ആൻഡ് ഹി വണ്ടേഴ്സ് അറ്റ് ഇറ്റ്. പെട്ടെന്ന് ഹിപ്പി ബോയ് അതിശയിച്ചു പോയി, കാരണം തന്റെ തലയിൽ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് താഴെ വീണ വടിയാണ്. ആൻഡ് ബൈ സീയിങ് ഇറ്റ് the man from hell and woman from hell attribute it to luck to fate. ഈ സമയത്ത് വലിയൊരു വടിയാണ്, ഏകദേശം 4 feet നീളമുള്ള ഒരു വടി. അത് പെട്ടെന്ന് താഴെ വീഴുന്നു. താഴെ വീഴുന്ന നമ്മുടെ ഹിപ്പി ബോയുടെ തലയിൽ തട്ടിയിട്ടാണ് താഴെ വീഴുന്നത്. അപ്പോ പെട്ടെന്ന് നമ്മുടെ ഹിപ്പി ബോയ് അതിശയിക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് മാൻ ആൻഡ് വിമൻ ഫ്രം ഹെൽ അവര് ഇത് കാണുന്നുണ്ട്. അവർ കാണുന്ന സമയത്ത് പെട്ടെന്ന് പറയുന്നു ഇത് ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഇത് വിധിയാണ്. കാരണം ഇവന്റെ തലയിൽ ഇങ്ങനെ വീഴണം എന്നുള്ളത് ഒരു വിധിയാണ്. അതേസമയം അവന്റെ ഭാഗ്യം കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അത് മര്യാദക്കാണ് വീണതെങ്കിൽ, ആ ഒരു വടി നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് വീണതെങ്കിൽ ഇവന്റെ കാര്യം പോക്കാണ്. ഇത് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടേ ഉള്ളൂ, അന്നേരം തന്നെ ഇങ്ങനെ ഒരു വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പം ശരിക്കും വീണിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവൻ വടിയായി പോയേനെ എന്നുള്ള ഒരു രീതിയിലേക്ക് വരും. ആ ഒരു ചർച്ച നടക്കുന്നു. ഈ സമയത്താണ് ദെൻ ദ ഹിപ്പി ഗേൾ കോട്സ് ബുദ്ധിസ്റ്റ് ഐഡിയോളജി. ഈ സമയത്ത് ഹിപ്പി ഗേള് ഇതിനെ കണക്ട് ചെയ്യുന്നു, അതായത് ബുദ്ധിസവുമായിട്ട് കണക്ട് ചെയ്യുന്നു. എന്താണ് ആക്സിഡന്റ്? ഇത് ആക്സിഡന്റലി സംഭവിച്ചതാണ്. അപ്പൊ എന്താണ് ആക്സിഡന്റ്, അല്ലെങ്കിൽ എന്താണ് വിധി, എന്താണ് ലക്ക്, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചകൾ വരുന്നു. ബൈ ടേക്കിംഗ് ദ സ്റ്റിക്ക് ആൻഡ് യൂസിങ് ഇറ്റ്, ഹിപ്പി ബോയ് ബിഗാൻ ടു ഡ്രം എ ബീറ്റ്. ആ തന്റെ തലയിൽ തട്ടി വീണ ആ വടിയെടുത്ത് ഹിപ്പി ബോയ് ഒരു ഒച്ച ഉണ്ടാക്കുന്നു, അതായത് ഡ്രമ്മിൽ മുട്ടാൻ തുടങ്ങുന്നു. ആൻഡ് ഹിപ്പി ഗേൾ നൗ സീസ് എ യങ് ബോയ് ഓൺ ദ റൂഫ് ആൻഡ് അസ്യൂംസ് ദാറ്റ് ഹി ത്രൂ ദ സ്റ്റിക്ക് അറ്റ് ദം. ഈ സമയത്ത് ഹിപ്പി ഗേൾ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ആൺകുട്ടിയെ കാണുന്നു. ആ കുട്ടിയാണ് ഈ വടിയെടുത്ത് താഴേക്ക് ഇട്ടത് എന്ന് ഹിപ്പി ഗേൾ വിചാരിക്കുന്നു. ആൻഡ് സ്റ്റിക്ക് ബിഗാൻ ടു സ്പീക്ക് ടു ദ ചൈൽഡ് ദാറ്റ് ഹി ഈസ് ഹിസ് ഫാദർ. ഈ സമയത്ത് ആ സ്റ്റിക്ക് സംസാരിക്കാൻ തുടങ്ങുന്നു. സ്റ്റിക്ക് പറയുന്നു, ആ കുട്ടിയോട് പറയുന്നു, ഞാൻ നിന്റെ അച്ഛനാണ്. അതായത് ആ അച്ഛനും മകനും ആ റൂഫിൽ നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ പെട്ടെന്ന് ഒരു വടിയായിട്ട് താഴെ വീഴുകയാണ്. ഇതാണ് രംഗം. അപ്പോ ഈ കുട്ടി
തന്റെ അച്ഛനെ തിരയാണ്. അതുവരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ പെട്ടെന്ന് വടിയായി താഴെ വീഴുന്നു. ആ അച്ഛനെ തിരികെ, നമ്മൾ പറഞ്ഞു ഇതൊരു ദിസ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ മാജിക് റിയലിസം. ഇതിവിടെ റിയാലിറ്റിയും മാജിക്കും തമ്മിലുള്ള ആ ഒരു മിക്സിങ് കാണാൻ സാധിക്കും. അതായത് ആ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന അച്ഛൻ പെട്ടെന്ന് വടിയായിട്ട് താഴെ വീഴുന്നു. ആ ഒരു അച്ഛനെ അന്വേഷിക്കുന്ന കുട്ടി ഇവിടെ കുട്ടിയോട് പറയുന്നു അച്ഛൻ അതായത് വടിയായി മാറിയ അച്ഛൻ പറയുന്നു ഞാൻ നിന്റെ അച്ഛനാണെന്ന് പറയുന്നു. Then the man and woman from hell questions the hippie girl and the hippie boy about the origin and nature of the stick. ഈ സമയത്ത് ദ മാൻ ഫ്രം ഹെൽ ആൻഡ് ദ വുമൺ ഫ്രം ഹെൽ അവരവിടെ വരുന്നു. ഈ വടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഹിപ്പി ബോയിയെയും ഹിപ്പി ഗേളിനെയും അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആൻഡ് ഇതെങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി, എപ്പോൾ കിട്ടി എന്നുള്ള രീതിയിലേക്ക് ചോദ്യം ചെയ്യുന്നു. ആൻഡ് ദ ഹിപ്പി ബോയ് ആൻഡ് ദ ഹിപ്പി ഗേൾ സസ്പെക്ട് ദാറ്റ് ദേ ആർ ദ പോലീസ് ഓഫീസേഴ്സ്. ഇതിങ്ങനെ തങ്ങളെ കുറെ ചോദ്യം ചെയ്യുന്ന ഇവര്, ഈ മാൻ ഫ്രം ഹെൽ ആൻഡ് വിമൻ ഫ്രം ഹെൽ പോലീസ് ഓഫീസേഴ്സ് ആണ് എന്ന് ഹിപ്പി ഗേളും ഹിപ്പി ബോയും സംശയിക്കുന്നു. They said no and asked for the stick. ഇവർ പറയുന്നു ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് അല്ല, പക്ഷെ നിങ്ങൾ ആ വടി ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്നു. ആൻഡ് ദ ഹിപ്പി ബോയ് പ്രിറ്റൻഡ് ടു ത്രോ ഇറ്റ്. ഹിപ്പി ബോയ് പെട്ടെന്ന് ആ വടിയെടുത്ത് എറിയുന്ന രീതിയിലേക്ക് കാണിക്കുന്നു. പണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന പോലെ എറിയുന്ന രീതിയിൽ കാണിക്കുന്നു, പക്ഷേ എറിയുന്നില്ല. ആൻഡ് ദ മാൻ ആൻഡ് വുമൺ ഫ്രം ഹെൽ assert that the stick is a person who transformed into stick before falling from the roof. ഈ സമയത്ത് ദ മാൻ ആൻഡ് വുമൺ ഫ്രം ഹെൽ അവർ പറയുന്നു ഇയാളുടെ കയ്യിൽ ഇപ്പോഴുള്ള ഈ വടി ഒരു മനുഷ്യൻ്റെതാണ്, ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ആ റൂഫിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് വടിയായി മാറിയതാണ്, അതാണ് തന്റെ കയ്യിലുള്ള വടി എന്ന് പറയുന്നത്. ആൻഡ് they ask the boy and the girl to understand them, but they says that they understand nothing because their age difference with the man and woman divides their perception of reality. ഈ സമയത്ത് പറയുന്നു നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കണം, ഈ മനുഷ്യൻ റൂഫിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് വടിയായി മാറിയതാണ്, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ഈ വടി ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്ന സമയത്ത് ഹിപ്പി ബോയും ഹിപ്പി ഗേളും പറയുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ പറഞ്ഞു ഹിപ്പിസം എന്നത് ദേ ബിലീവ് ഇൻ നോ നോംസ്, ഒരു നോംസിലും വിശ്വസിക്കാത്ത ആളുകളാണ് സമൂഹത്തിൽ. അതായത് മരണത്തിന് ശേഷമുള്ള ജീവിതമുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മതവിശ്വാസങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെന്റ്സിലായിക്കോട്ടെ അങ്ങനെയുള്ള ഒന്നിലും വിശ്വസിക്കാത്ത ജനതയാണ്. അപ്പൊ അവര് പറയുന്നു ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കാരണം നിങ്ങളുടെ ഏജ് ഗ്രൂപ്പും ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്, സോ ദർ ഇസ് എ ജനറേഷൻ ഗ്യാപ്പ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നിവർ പറയുന്നു. ആൻഡ് ദ ഹിപ്പി ഗേൾ ആഡ്സ് ദാറ്റ് ദേ ആർ ദസ് ഏലിയനേറ്റഡ്. ഹിപ്പി ഗേൾ പറയുന്നു അങ്ങനെ ഈ ഒരു ഏജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് വി ആർ ഏലിയനേറ്റഡ്, ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടാണുള്ളത്, കാരണം ഈ പഴയ തലമുറയ്ക്ക് ഞങ്ങളെ മനസ്സിലാകുന്നില്ല, ഈ പുതിയ തലമുറ എന്താണ് എന്നും അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ലക്ഷ്യം ബോധമേ ഇല്ലാത്തവരാണ്. അത് മാത്രമല്ല അവരുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതം എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ജനതയാണ് ഞങ്ങളെന്ന് പറയുന്നു. ഇവിടെയാണ് നമ്മൾക്ക് പോസ്റ്റ് വാർ ഇഫക്റ്റ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു യൂത്തിന്റെ ഇടയിൽ ദേ ഹാവ് നോ പേർപ്പസ്, അതായത് ദേ ഹാവ് നോ കോൺസെപ്റ്റ് അബൌട്ട് ഫ്യൂച്ചർ, ഭാവി എന്തായിരിക്കണം അതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനങ്ങളോ ആ ഒരു കാഴ്ചപ്പാടോ ഇല്ലാത്ത ഒരു സമൂഹത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. Then the man who turned into the stick laments that it is so. ഈ സമയത്ത് ആ സ്റ്റിക്കായി മാറിയ മനുഷ്യൻ വിലപിക്കാൻ തുടങ്ങി, ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് വിലപിക്കാൻ തുടങ്ങി. And the man and the woman from the hell and the hippie boys hear this sound. ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്, അതായത് ഹിപ്പി ബോയും ഹിപ്പി ഗേളും അതേപോലെ ദ മാൻ ആൻഡ് വുമൺ ഫ്രം ഹെൽ അവർ ഈ സൗണ്ട് കേൾക്കുന്നു, അതായത് ഈ സ്റ്റിക്കിന്റെ വിലാപം, ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ എന്ന സ്റ്റിക്കിന്റെ വിലാപം അവർ കേൾക്കുന്നു. Then they argue on the meaning of life. ഈ സമയത്ത് ഈ വടിയുടെ ഈ വിലാപം കേട്ടിട്ട് ഇവര് ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് വാദിക്കാൻ തുടങ്ങുന്നു. അതായത് ഹിപ്പി ബോയ് ഹിപ്പി ഗേൾ ഒരു വശത്ത് ദ മാൻ ആൻഡ് വുമൺ ഫ്രം ഹെൽ അവർ തമ്മിൽ ഒരു ആർഗ്യുമെന്റ്, ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടക്കുന്നു. എന്താണ് ലൈഫ്, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവര് ചർച്ച നടത്തുന്നു. ആൻഡ് ദ മാൻ ആസ് ദ ഹിപ്പി ബോയ് ഓഫ് വാട്ട് ഈസ് ഹിസ് ഇന്റൻഷൻ വിത്ത് ദ സ്റ്റിക്ക്. ഈ സമയത്ത് ദ മാൻ ഫ്രം ഹെൽ അദ്ദേഹം ഹിപ്പി ബോയോട് ചോദിക്കുന്നു
നിനക്ക് വടി തരാൻ പ്രയാസമല്ലേ, നിനക്ക് വടി തരാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ വടി കൊണ്ട് നിനക്ക് എന്താണ് ലക്ഷ്യം, നിനക്ക് ഇനി എന്താണ് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ, നിനക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, നീ ഈ വടി കൊണ്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആൻഡ് ദ ബോയ് റിപ്ലൈസ് ദാറ്റ് ഹി ഹാസ് നോ ഇൻട്രസ്റ്റ് ഇൻ സച്ച് ക്വസ്റ്റ്യൻസ്. ഈ സമയത്ത് ഹിപ്പി ബോയ് മറുപടി പറയുന്നു, ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് ക്വസ്റ്റ്യൻസ്. അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് താല്പര്യമില്ല. കാരണം എന്താണ്? ആസ് ഇറ്റ് ഈസ് എ റെലിക് ഓഫ് ദ പാസ്റ്റ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ റെലിക് ഓഫ് ദ പാസ്റ്റ്, അല്ലെങ്കിൽ ഹി ഈസ് ഓൾവേസ് ഒബ്സസ്ഡ് വിത്ത് പാസ്റ്റ്. ഈ ഹിപ്പി ബോയ് എപ്പോഴും കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിലിങ്ങനെ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹിപ്പി ബോയ്. സോ ഹി ഹാസ് നോ സ്പെഷ്യൽ ഇന്റൻഷൻ ഓർ ഹി ഹാസ് നോ കോൺസെപ്റ്റ് അബൌട്ട് ഫ്യൂച്ചർ. ഭാവിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ വടി കൊണ്ട് എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രസന്റിനെ കുറിച്ചോ ഒന്നും അവന് ബോധമില്ല. ഹി ഈസ് ഓൾ ഒബ്സസ്ഡ് വിത്ത് പാസ്റ്റ്. ദ മാൻ ദെൻ അസേർട്സ് ദാറ്റ് ഹി ഹാസ് നോ റൈറ്റ് ടു ഹോൾഡ് ഇറ്റ്. ഈ സമയത്ത് ആ മാൻ ഫ്രം ഹെൽ പറയുന്നു, അങ്ങനെ ഒരു ലക്ഷ്യവും ഇല്ല നിനക്ക് എങ്കിൽ ഹി ഹാസ് നോ റൈറ്റ് ടു ഹോൾഡ് ഇറ്റ്. നിനക്കൊരു ലക്ഷ്യവും ഈ വടി കൊണ്ടും ഇല്ല എങ്കിൽ നീ ഇത് കയ്യിൽ പിടിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല. സോ യു ഹാവ് ടു റിട്ടേൺ ഇറ്റ്. അത് നീ എനിക്ക് മടക്കി തരണം എന്ന് പറയുന്നു. കാരണം ഇവിടെ നമുക്ക് ആ ഒരു എന്താണ് ലക്ഷ്യബോധമില്ലാത്ത ജനതയെ കാണാൻ സാധിക്കും. അതേപോലെ എന്താണ് ഫ്യൂച്ചർ കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. അതേക്കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഹിപ്പി ബോയ് ഓൾസോ സേസ് ദാറ്റ് ഹി ഹാസ് നോ പെർട്ടിക്കുലർ എയിം. ഹിപ്പി ബോയ് പറയുന്നു, എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ് ഞാനൊരു ഫ്രീ ബേർഡ് ആണ്, അന്നുള്ള കാര്യം അന്നു എന്ന രീതിയിലാണ് ഞാൻ എന്ന് ഹിപ്പി ബോയ് പറയുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ദ ഹിപ്പി ഗേൾ സേസ് ദാറ്റ് the people ought to have some purpose in life. ഈ സമയത്ത് ഹിപ്പി ഗേൾ പറയുന്നു, മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാകണം ജീവിതത്തിൽ. അങ്ങനെ ഒരു ലക്ഷ്യം ബോധമില്ലാത്ത ആളായി മാറരുത് എന്ന് ഹിപ്പി ഗേൾ പറയുന്നു. ആൻഡ് ദ മാൻ ഫ്രം ഹെൽ അഗെയിൻ ഡിമാൻഡ്സ് ദാറ്റ് സ്റ്റിക്ക്. ഈ സമയത്ത് വീണ്ടും അദ്ദേഹം പറയുന്നു, അതായത് മാൻ ഫ്രം ഹെൽ പറയുന്നു, ഇഫ് യു ഹാവ് നോ പർപ്പസ് ഇൻ ലൈഫ് യു ഹാവ് നോ റൈറ്റ് ടു കീപ് ദി സ്റ്റിക്ക്. ഈ വടി നിനക്ക് സൂക്ഷിക്കാനുള്ള അധികാരം ഇല്ല, അതുകൊണ്ട് നീ ഈ വടി തിരിച്ചു തരണം എന്ന് പറയുന്നു. ബട്ട് ദ ഹിപ്പി ബോയ് ഹെസിറ്റേറ്റ്സ്. ഹിപ്പി ബോയ് അതിന് അനുസരിക്കുന്നില്ല, അത് സമ്മതിക്കുന്നില്ല, അതായത് ആ വടി തിരിച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ നമുക്ക് നമ്മളുടെ മനുഷ്യ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ പറഞ്ഞു ഈ വടി അവന്റെ തലയിൽ തട്ടിയിട്ടാണ് താഴെ വീഴുന്നത്, ചെറുതായിട്ട് തട്ടിയിട്ടേ ഉള്ളൂ. അത്രത്തോളം അവനെ വേദനിപ്പിച്ച ഒരു വടിയാണ് അവൻ നെഞ്ചോട് ചേർത്ത് വെച്ചേക്കുന്നത്. മനുഷ്യരങ്ങനെയാണ്, ആ ഒരു നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് ഇവിടെ ആ വടി എന്നുള്ളത് നമുക്ക് പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് അത് നമ്മളെ വേദനിപ്പിക്കുന്നതാണെങ്കിലും വി ഹോൾഡ് ഇറ്റ്, നമ്മൾ അതിനെ മുറുക്കെ പിടിക്കും. കാരണം മുറുക്കെ പിടിച്ച് അതിൻ്റെ വേദനയിൽ ജീവിക്കാൻ നമ്മൾ പറയാറുണ്ട്. അതായത് മോട്ടിവേഷൻ, അങ്ങനെ മോട്ടിവേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അവർ പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. കഴിഞ്ഞു പോയത് കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതായത് പാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രെങ്ത്. നമുക്ക് അതിൽ നിന്ന് വേദനയല്ല ഉണ്ടാകേണ്ടത്, ആ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മളുടെ ഒരു ശക്തി ആയിരിക്കണം. ആ ശക്തിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്ക് കഴിഞ്ഞു പോയ ആ കാര്യങ്ങൾ, നമ്മളുടെ വേദനകൾ, ഇറ്റ് വിൽ ബി അവർ മോട്ടിവേഷൻ, നമ്മളുടെ മുന്നോട്ട് പോകാനുള്ള ശക്തി ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആ ഹിപ്പി ബോയ് അവനെ വേദനിപ്പിച്ച കാര്യമായിട്ട് പോലും ആ വടിയെ അവൻ മുറുകെ പിടിക്കുന്നു. ആൻഡ് ദ മാൻ ഫ്രം ഹെൽ റിവീൽസ് ദാറ്റ് $5 വാസ് നോട്ട് എ ഡീൽ, വാസ് നോട്ട് എ ബാഡ് ഡീൽ. ഈ സമയത്ത് ഹി ഓഫേഴ്സ് $5. എന്തൊക്കെ പറഞ്ഞിട്ടും ആ വടി കൊടുക്കാൻ തയ്യാറാകാത്ത ഹിപ്പി ബോയോട് പറയുന്നു, ഞാൻ നിനക്ക് $5 തരാം, നീ എനിക്ക് ആ വടി തരണം എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് ഡീൽ. ഒരു മോശമായിട്ടുള്ള കാര്യമൊന്നുമില്ല. $5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയാണ്, ഞാൻ അത് നിനക്ക് തരാം, നീ ആ വടി തിരിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ദ സ്റ്റിക്ക് ബിഗാൻ ടു സ്പീക്ക് ആൻഡ് ഇൻ ഫിയർ ദ ഹിപ്പി ബോയ് ത്രോസ് ഇറ്റ് അവേ. ഈ സമയത്ത് ആ സ്റ്റിക്ക് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത് കേട്ട ഉടനെ ആ ഹിപ്പി ബോയ്ക്ക് പേടിയാവുന്നു. അങ്ങനെ അവൻ ആ വടി എറിയുന്നു. അങ്ങനെ ഈ വടി വീണ്ടും നമ്മുടെ മാൻ ഫ്രം ഹെൽ ആൻഡ് വുമൺ ഫ്രം ഹെൽ അവരുടെ കൈകളിലെത്തുന്നു. ആൻഡ് ദ സ്റ്റിക്ക് വാസ് റിട്രൈവ്ഡ് ആൻഡ് ദ വുമൺ ഫ്രം ഹെൽ ബിഗിൻസ് ടു റിപ്പോർട്ട് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ മാൻ ഫ്രം ഹെൽ. ഈ വടി കിട്ടുന്നവരുടെ കയ്യിൽ കിട്ടുന്നു. അവർ ആ വടി എടുത്തിട്ട്
അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. നമ്മൾ പറഞ്ഞു ആ വടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ഈ പെൺകുട്ടിയുടെ ജോലി, ആ വുമന്റെ ജോലി. ആൻഡ് ഷി വാസ് ന്യൂലി അപ്പോയിന്റഡ് ഫോർ ദിസ് ഡ്യൂട്ടി. ഈ ഡ്യൂട്ടിക്കായിട്ട് ആദ്യമായിട്ട് നിയമിക്കപ്പെട്ട പെൺകുട്ടിയാണ്, സ്ത്രീയാണ് അവര് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സൂപ്പർവൈസർ ആണ് മാൻ ഫ്രം ഹെൽ. And the woman from hell says that the stick looks as if it has been used throughout his life by others for a certain purpose. ആ വടിയുടെ കോലം കണ്ടിട്ട് ആ പെൺകുട്ടി, ആ സ്ത്രീ പറയുന്നു, ഈ വടി തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നു, ആ വടി നോക്കിയിട്ട് പറയുന്നു, അതിന്റെ ആ രൂപം കണ്ടിട്ട് പറയുന്നു, ദിസ് സ്റ്റിക്ക് ഓർ ദിസ് പേഴ്സൺ ഹാസ് ബീൻ യൂസ്ഡ് ബൈ സം അതേഴ്സ്. മറ്റുള്ളവര് അയാളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഇതെന്ന് പറയുന്നു. ആൻഡ് ഷീ ഫീൽസ് കമ്പാഷൻ ഫോർ ദ മാൻ. ആ മനുഷ്യനോട്, കാരണം മറ്റുള്ളവർ ഒരുപാട് ഉപയോഗിച്ച് എറിഞ്ഞ ഒരു വസ്തുവാണ്, അതായത് സ്വന്തം ജീവിതത്തിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് ഇത് എന്ന് അറിയുന്ന സമയത്ത് ആ സ്ത്രീക്ക് കമ്പാഷൻ തോന്നുന്നു, ഒരു അനുകമ്പ തോന്നുന്നു. ആൻഡ് ദ മാൻ ഹു ടേൺഡ് ഇൻടു എ സ്റ്റിക്ക് ആൻഡ് കോൾസ് ഹിം പുവർ തിങ്. അതിനെ വിളിക്കുന്നു, ആ സ്റ്റിക്കിനെ വിളിക്കുന്നത് ഇറ്റ് ഈസ് എ പുവർ തിങ് എന്ന് വിളിക്കുന്നു, ഒരു പാവം. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത് ജീവിച്ചത്, അതുകൊണ്ട് പാവം എന്ന് തോന്നുന്നു. ആൻഡ് ദ മാൻ ഫ്രം ഹെൽ ഡിസഗ്രീസ് വിത്ത് ഇറ്റ് ആൻഡ് റിവീൽസ് ദാറ്റ് ഈവൻ ദോ ദ സ്റ്റിക്ക് ഹാസ് എൻഡ്യൂർഡ് അബ്യൂസ് ഇറ്റ് വാസ് സോ സ്ട്രോങ്. ഈ സമയത്ത് മാൻ ഫ്രം ഹെൽ പറയുന്നു അതങ്ങനെയല്ല, അതായത് അയാള് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പോഴും എന്താണ്, സ്ട്രോങ് ആണ്. ആ വടിയുടെ സ്ട്രെങ്ത് കണ്ടാൽ അറിയാം, ഹി ഈസ് വെരി കേപ്പബിൾ ആൻഡ് ഹി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ടൂൾസ്. എല്ലാ ടൂൾസിനും, എല്ലാ ഉപകരണങ്ങൾക്കും ഉപയോഗിക്കുന്നത് വടിയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രം ബീറ്റിന് ഉപയോഗിച്ചു വടി. അപ്പൊ അത്രത്തോളം സ്ട്രോങ് ആണ് ഈ വടി. അതുകൊണ്ട് മറ്റുള്ളവർ ഉപയോഗിക്കപ്പെട്ടു, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അബ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഹേളനം ഏറ്റുവാങ്ങുക, അങ്ങനെ മറ്റുള്ളവരെ പരിഹസിച്ച് അപമാനിച്ച് അങ്ങനെയൊക്കെ ആണ് എങ്കിൽ തന്നെയും അദ്ദേഹം വളരെ സ്ട്രോങ് ആണ്. ആൻഡ് ഹി ഈസ് വെരി കേപ്പബിൾ എന്ന് മാൻ ഫ്രം ഹെൽ പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഫോർ എന്താണ്, കൺസോളിങ് ദിസ് പേഴ്സൺ. ഈ ഒരു വാക്കുകൾ പറയുന്നത് ആ സ്റ്റിക്കായി മാറിയ മനുഷ്യനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അയാളോട് ഒരു അനുകമ്പ തോന്നിയിട്ടാണ്. അതായത് അയാള് ഒരു വടിയായി മാറിയല്ലോ എന്ന് വിലപിക്കുന്നുണ്ടായിരുന്നു നേരത്തെ, അപ്പൊ അയാൾക്ക് ഒരു ആശ്വാസം പകരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ആഫ്റ്റർ റെക്കോർഡിംഗ് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ സ്റ്റിക്ക് ടു ദ വോയിസ് ഫ്രം ഹെൽ, ഷീ ആസ്ക്ഡ് വെദർ ദ stick can be returned to his son, but the man from the hell refuses. ഇനി ഇദ്ദേഹത്തെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ റിപ്പോർട്ടൊക്കെ വോയിസ് ഓഫ് ദ ഹെല്ലിന് അയച്ചു കൊടുത്തു. അതായത് വോയിസ് ഓഫ് ദ ഹെല്ലിന് ഈ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം വുമൺ ചോദിക്കുന്നു, നമുക്ക് ഈ വടി ആ കുട്ടിക്ക് തിരിച്ചു കൊടുത്താലോ എന്ന് ചോദിക്കും. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ മകന് ഈ വടി തിരിച്ചു കൊടുക്കാം എന്ന് ഒരു സജഷൻ പെൺകുട്ടി ചോദിക്കുന്നു. ബട്ട് ദ മാൻ ഫ്രം ഹെൽ റിഫ്യൂസസ് ഇറ്റ്. പക്ഷേ ആ മാൻ ഫ്രം ഹെൽ അതിന് അനുവദിക്കുന്നില്ല. ആൻഡ് ഹി ആർഗ്യൂസ് ദാറ്റ് ദ സ്റ്റിക്ക് വാസ് സാറ്റിസ്ഫൈഡ് ഇൻ ഹിസ് ലൈഫ്, ദാറ്റ് ഈസ് വൈ ഹി ഹാസ് ട്രാൻസ്ഫോംഡ് ഇൻടു എ സ്റ്റിക്ക്. അതിന് അദ്ദേഹം പറയുന്നത്, മാൻ ഫ്രം ഹെൽ സേസ് ദാറ്റ് ദിസ് സ്റ്റിക്ക് വാസ് സാറ്റിസ്ഫൈഡ് ഇൻ ഹിസ് ലൈഫ്. ഈ വടിയായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്താണ്, വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു, തൃപ്തമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വടിയായി മാറിയത്, വളരെ ശക്തനായ ഒരു വടിയായി മാറിയത് എന്ന് പറയുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം എന്താണ്, ദിസ് സ്റ്റിക്ക് ബിഗാൻ ടു തിങ്ക് ഓഫ് ഹിസ് ലൈഫ്. അപ്പോൾ ഈ ഒരു വടി തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അതായത് താൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ചിന്തിക്കുന്നു. ആൻഡ് ദ മാൻ ആൻഡ് ദ വുമൺ ഫ്രം ഹെൽ ഗോസ് ഔട്ട് ടു ഫൈൻഡ് അനദർ പേഴ്സൺ ഹൂ ടേൺഡ് ഇൻടു സ്റ്റിക്ക്. സ്റ്റിക്കായി മാറിയ മറ്റൊരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ മാനും വുമണും അവിടുന്ന് പോകുന്ന സമയത്ത് ദിസ് സ്റ്റിക്ക് ബിഗാൻ ടു ലമെന്റ് ഓർ ബിഗാൻ ടു സ്പീക്ക് അലോൺ. അതായത് ഒരു മൊണോലോഗാണ്, സ്റ്റിക്കിന്റെ ഒരു മൊണോലോഗാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ താൻ സംതൃപ്തമായിരുന്നോ എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഒരു വിശകലനം നടത്തുന്നു. ആൻഡ് നൗ ദ സ്റ്റിക്ക് റിവീൽസ് ഓർ ഡെലിവേഴ്സ് എ മൊണോലോഗ് അബൌട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഹി വാസ് കണ്ടന്റഡ്.
ഹി വാസ് കണ്ടന്റഡ്, അദ്ദേഹം തൃപ്തമായിരുന്നു എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഒരു മോണോലോഗ് നടത്തുന്നത്. ആൻഡ് ഇൻ ഓർഡർ ടു കൺസോൾ ദിസ് stick, the man and woman from hell says that the audience are also the sticks, or they create a stick of the forest, or a forest of the stick. അതായത് ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കേണ്ടിയിട്ട് ഈ വുമൺ ഫ്രം ഹെൽ ആൻഡ് മാൻ ഫ്രം ഹെൽ അവർ ഓഡിയൻസിനെ നോക്കി പറയുന്നു, ഇവിടെ നമുക്ക് വി ക്യാൻ സീ എ ഫോറസ്റ്റ് ഓഫ് സ്റ്റിക്കിന്റെ ഒരു ഫോറസ്റ്റ് കാണാൻ കഴിയും. കാരണം എല്ലാവരും സ്റ്റിക്കുകളാണ്. ഇവിടെ സ്റ്റിക്ക് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, നമ്മൾ പറഞ്ഞു മാജിക് റിയലിസം ആണ്. സ്റ്റിക്ക് എന്നതുകൊണ്ട് ദ ഓഡിയൻസ് ഹാവ് നോ ഫീലിങ്സ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല. അത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ പോസ്റ്റ് വാർ പീരീഡ് ആണ്. സോ ദ പീപ്പിൾ ആർ എന്താണ് ഹാവിങ് നോ സച്ച് ഫീലിങ്സ്. കാരണം നോ ഇമോഷൻ ടു ലൈഫ്, ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആസക്തിയില്ല, ജീവിതത്തെ കുറിച്ചിട്ടുള്ള ആ ഒരു ഡിസയർ ഫോർ ലൈഫ്, ജീവിക്കണമെന്ന ബോധം തന്നെ ഇല്ല. കാരണം ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്ന ഒരു അനിശ്ചിതാവസ്ഥയാണ്, ഒരു അനാർക്കിക്കൽ കണ്ടീഷൻ ആണ്. സോ ദേ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ലൈഫ് ആൻഡ് ദേ ഹാവ് നോ സച്ച് ഫീലിങ്സ്. അത്തരത്തിലുള്ള ഒരു വികാരമില്ലാത്ത ജനത എന്ന് ഒരർത്ഥത്തിൽ കാണാം. മറ്റൊന്ന് ദ ഫോറസ്റ്റ് സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റിക്കിന്റെ കൂട്ടമാണ്. അതായത് എല്ലാവരും മരിച്ചതിന് തുല്യമായിട്ടിരിക്കുന്ന വ്യക്തികളാണ്, എല്ലാവരും വടിയായി മാറിയവരാണ് എന്ന് പറയുമ്പോൾ ആ ഒരു വികാരമില്ലാത്തവരാണെന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട്. പിന്നീട് the woman also says that his friends are also turned into sticks. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അതേ ആ സുഹൃത്തുക്കളും വടിയായി മാറിയിട്ടുണ്ട്, അവരും they also transformed into stick. അതും ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. And the play ends with the man and woman from hell referring the entire audience as a forest stick, and the woman from hell agrees to it. മാൻ ഫ്രം ഹെൽ പറയുന്നു ഇവരെല്ലാവരും ഫോറസ്റ്റ് സ്റ്റിക്ക് ആണ്, അതിനോട് ഈ വുമൺ യോജിക്കുന്നു. ആൻഡ് ദ മാൻ ഹൂ ടേൺഡ് ഇൻ ടു സ്റ്റിക്ക് ഹാസ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ദേ ഓൾസോ ടേൺഡ് ഇൻ ടു സ്റ്റിക്ക്. ആ ഒരു ചോദ്യം, അതായത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ സ്റ്റിക്കുകളായി മാറി, അതും ഒരു ആശ്വാസം പകരുന്നു. ആൻഡ് ദ പ്ലേ എൻഡ്സ് വിത്ത് ദ അൺറിസോൾവ്ഡ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സ്റ്റിക്ക്, അതായത് ഈസ് ഹി കണ്ടന്റഡ് ഇൻ ഹിസ് ലൈഫ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തൃപ്തനായിരുന്നോ എന്ന ഒരു ചോദ്യത്തോടെ കൂടിയാണ് ഈ നാടകം അവസാനിക്കുന്നത്. ആൻഡ് ദ മാൻ ആൻഡ് വുമൺ ഫ്രം ഹെൽ ഗോ ഔട്ട് ടു ഫൈൻഡ് അനദർ പേഴ്സൺ ഓർ ടു ഡു ദെയർ ഡ്യൂട്ടി അഗെയിൻ. അവരുടെ ജോലി വീണ്ടും ചെയ്യാൻ, അതായത് അവരുടെ ജോലിയാണ് ഇങ്ങനെ സ്റ്റിക്കായി മാറിയ മനുഷ്യരെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് വോയിസ് ഓഫ് ദ ഹെല്ലിന് കൊടുക്കുക എന്നുള്ളത്. അവരവരുടെ ഡ്യൂട്ടി ചെയ്യാൻ പോകുന്നു. ഈ സമയത്ത് എന്താണ് നമ്മളുടെ ദ മാൻ ഹു ടേൺഡ് ഇൻടു സ്റ്റിക്കായി മാറിയ മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ അനാലിസിസ് നടത്തുന്നു. അങ്ങനെയാണ് ഈ പ്ലേ അവസാനിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ പ്രത്യേകത ദിസ് പ്ലേ ഈസ് എ മിക്സ് ഓഫ് മാജിക് ആൻഡ് റിയലിസം. സോ ഇറ്റ് ഈസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് മാജിക് റിയലിസം. ഇതിൽ ചോദിക്കാവുന്ന ചോദ്യം ഓരോ ക്യാരക്ടേഴ്സ് ചോദിക്കാം. പിന്നീട് എന്താണ് പോസ്റ്റ് വാർ എലമെന്റ്സ് ഇൻ ദിസ് ഡ്രാമ, ഈ ഡ്രാമയിലെ പോസ്റ്റ് വാർ എലമെന്റ്സ്, അതേപോലെ ബുദ്ധിസ്റ്റ് ഫിലോസഫി ചോദിക്കാം. അതേപോലെ തന്നെ എന്താണ് വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ലൈഫ് ബൈ റെഫറിങ് ദിസ് പ്ലേ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞു ഹിപ്പി ബോയ് ഹിപ്പി ഗേൾ അവരുടെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ഈ നാടകത്തിൽ നിന്ന് ചോദിക്കാം. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു യു. താങ്ക് യു.